ഈ കഴിഞ്ഞ ഡിസംബറിൽ തിയേറ്ററിൽ പോയിട്ട് കണ്ടൊരു പടമായിരുന്നു ടങ്കി. ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ടൈം പാസിന് കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം, ഇഷ്ടപ്പെടുന്ന ഒരു പടം തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഈ ഒരു പടം എന്ന് പറയുന്നത് നമ്മുടെ ഷാറുഖ് ഖാൻ്റെയും രാജ്കുമാർ ഹിരാനി കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം പ്രതീക്ഷകളും കാര്യങ്ങളും എനിക്ക് ഈ ഒരു പടത്തിൽ ഉണ്ടായിരുന്നു. കാരണം SRKയുടെ പ്രീവിയസ് ആയിട്ടുള്ള 2 പടങ്ങൾ, ജവാനും അതേപോലെ തന്നെ പട്ടാനും, ഈ 2 പടങ്ങളും ഈ ഒരു മാസ് ആക്ഷൻ ജോണറിലാണ് വരുന്നത്. അതുകൊണ്ട് കൂടുതലും ഫോക്കസ് ആവുന്നത് ഈ ഒരു SRK എന്ന് പറയുന്ന സ്റ്റാറിനെയാണ്, ആക്ടറിനല്ല. ആ ഒരു സ്റ്റാർ മെറ്റീരിയലിനായിരിക്കും ഫോക്കസ് ചെയ്യുക. പക്ഷേ ഡങ്കിലേക്ക് വരുമ്പോൾ ഈ ഒരു SRK എന്ന് പറയുന്ന ആക്ടറിനായിരിക്കും കൂടുതൽ ഫോക്കസ് വരിക. കാരണം മാസ് സീക്വൻസ് ഒന്നും ഈ ഒരു പടത്തിൽ ഉണ്ടാവില്ല. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് സ്റ്റോറി ടെല്ലിങ്ങിലും അതേപോലെ തന്നെ ഈ ഒരു ആക്ടിങ്ങിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് സിമ്പിളാണ്, പക്ഷെ വളരെ നാരോ ആയിപ്പോയി. പിന്നെ ഈ ഒരു SRKയുടെ ക്യാരക്ടർ ആർക്കിന് പ്രോപ്പർ ഡെപ്ത് ഇല്ല. പക്ഷേ ഈ ഒരു പടത്തിൽ ക്യാമിയോ ആയിട്ട് വന്ന വിക്കി അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ ആർക്കുണ്ട്. SRKനേക്കാളും ബെറ്റർ ക്യാരക്ടർ ആർക്കുണ്ട്. ആകെ ഒരു 20 മിനിറ്റായിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവുക. ആ 20 മിനിറ്റിൽ തന്നെ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ലൊരു ഡെപ്തുള്ള ഒരു ക്യാരക്ടറാണ് ലഭിച്ചത്. പക്ഷേ SRK ആ ഒരു ഫുൾ പടത്തിലുണ്ടായിട്ടും വലിയൊരു ഡെപ്ത് ഇല്ല. ഞാൻ ഈ ഒരു രാജ്കുമാർ ഹിരാനിയുടെ ഒട്ടുമിക്ക പടങ്ങളും കണ്ട ഒരാളായതുകൊണ്ട് എനിക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതായത് SRKയുടെ ഒരു ബെസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും ഇത് എന്നൊക്കെ. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ലഭിച്ചത് വീക്കായിട്ടുള്ളൊരു സ്ക്രിപ്റ്റും വീക്കായിട്ടുള്ളൊരു SRKയുടെ ക്യാരക്ടർ ആർക്കായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു പടത്തിൽ കണ്ട ഏറ്റവും വലിയൊരു ഫ്ലോസ്. പക്ഷേ ഈ ഫ്ലോസ് ഉണ്ടെങ്കിലും പടം ഒരു ടൈം പാസ് എന്ന രീതിയിൽ കണ്ടിരിക്കാൻ പറ്റിയൊരു പടം തന്നെയാണ്. പിന്നെ ഈ ഒരു പടത്തിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു 4 ഫ്രണ്ട്സ്, അവർക്കാണെങ്കിൽ ഈ ഒരു പഞ്ചാബിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവർക്ക് ലണ്ടനിൽ പോകണമെന്ന് ആഗ്രഹം. അങ്ങനെ ഒരു പരീക്ഷ എഴുതുന്നു. ലാസ്റ്റ് ആ പരീക്ഷയിൽ തോൽക്കുന്നു. ആ ഒരു പരീക്ഷയെ തോറ്റേ തുടർന്ന് അവർക്ക് ലണ്ടനിൽ പോകാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ വേറൊരു വഴി ചൂസ് ചെയ്യുന്നു, ഡങ്കി റൂട്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ ഒരു ഇല്ലീഗലായിട്ട് യാത്ര ചെയ്യൽ. അങ്ങനെ അവർ ആ ഒരു യാത്ര നടത്തിയിട്ട് ഈ ഒരു ലണ്ടനിലേക്ക് എത്തുന്നു. ഈ ഒരു ലണ്ടനിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നു. ലാസ്റ്റ് SRK രംഗത്ത് വന്നിട്ട് അവരെ സഹായിക്കുന്നു. ഇതാണ് കഥ. അപ്പോൾ ഈ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. പക്ഷേ ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം കുറച്ച് ഒഴിവാക്കേണ്ടി വരും. കാരണം കുറേ കാര്യങ്ങളിൽ ഒരു പ്രോപ്പർ ക്ലാരിറ്റി കിട്ടാത്ത പോലെയാണ് പടം പോയിട്ടുള്ളത്. ഒരു പ്രോപ്പർ ഡെപ്ത് ലഭിക്കാത്ത പോലെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു റിട്ടേൺ അടിക്കുന്ന സമയത്തുള്ള പ്രശ്നങ്ങൾ അതൊന്നും റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ച് ഫ്ലോസ് ഉള്ളതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടമാണ്. പക്ഷേ രാജ്കുമാർ ഹിരാനിയുടെ ഒരു ബെസ്റ്റ് വർക്ക് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ ഒരു പടത്തിൽ കണ്ട വേറൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷൻസ് കുറച്ച് വീക്കായതുപോലെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇപ്പോൾ കോട്ട് സീനൊക്കെ ഉണ്ട്, ആ ഒരു ഇമോഷൻസ് ഒന്നും പ്രോപ്പറായിട്ട് കൺവേ ആയിട്ടില്ല. പിന്നെ പടത്തിൻ്റെ അവസാനത്തെ ആ ഒരു ഇമോഷൻ സീക്വൻസ് ഉണ്ട്, അത് അത്യാവശ്യം നൈസായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ഞാൻ തിയേറ്ററിൽ നിന്ന് അത്യാവശ്യം കണക്റ്റായൊരു സീനായിട്ട് തോന്നിയത് അതായിരുന്നു. അപ്പോൾ ഓവറോൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു പടം, പക്ഷേ വാവ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ ഒരു പടം ഉള്ളത്. അപ്പോൾ ഈ ഒരു പടം കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.